ആദാമും ഹവ്വായും ദൈവഹിതത്തിൽ നിന്ന് ഓടിപ്പോയി. അവർ ദൈവത്തിനെതിരെ മത്സരിച്ചു, മനുഷ്യവംശം അതിന്റെ ഫലങ്ങൾ അനുഭവിക്കുന്നു. ശിംശോൻ ദൈവത്താൽ ഉയിർപ്പിക്കപ്പെട്ടു. ഒരു ശക്തനായ മനുഷ്യൻ, ഒരു നസറൈറ്റ് പ്രതിജ്ഞ എടുത്ത ദൈവപുരുഷൻ. എന്നാൽ പാപം അവനെ വഴിതെറ്റിച്ചു. ഒടുവിൽ അവൻ അന്ധനാക്കപ്പെട്ടു, ജയിലിലേക്കപ്പെട്ടു. ദൈവത്തിന്റെ സ്വന്തം ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ ദാവീദ് പാപത്തിന്റെ കുറ്റക്കാരനും ആയി. അവൻ വ്യഭിചാരത്തിനും കൊലപാതകത്തിനും കുറ്റക്കാരനായി. അതിന്റെ ബാക്കി ജീവിതകാലം മുഴുവൻ അവൻ കഷ്ടപ്പെട്ടു. ദൈവം അവനോട് ക്ഷമിച്ചു, പക്ഷേ അതിന്റെ അന്തരഫലങ്ങൾ അവശേഷിച്ചു. നിങ്ങളിൽ പലരും ഇന്ന് രാത്രി ദൈവത്തിൽ നിന്ന് ഓടിപ്പോകാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് അത് ആവശ്യമാണെന്ന് നിങ്ങൾക്കറിയാം. ക്രിസ്തുവുമായുള്ള ഒരു വ്യക്തിപരമായ ബന്ധം. നിങ്ങളിൽ പലരും പള്ളിയിൽ പോകുന്നു. നിങ്ങളിൽ ഭൂരിഭാഗവും ഇന്ന് രാത്രി ഈ സദസ്സിൽ പള്ളിയിൽ പോകുമെന്ന് ഞാൻ സങ്കൽപ്പിക്കുന്നു. നിങ്ങളിൽ ഭൂരിഭാഗവും സ്നാനമേറ്റു. അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരീകരണം പ്രാപിച്ചിരിക്കുന്നു, എന്തുതന്നെയായാലും. പക്ഷേ ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ല. നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ല. നിങ്ങൾ മരിച്ചാൽ സ്വർഗ്ഗത്തിൽ പോകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ല. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ രാത്രിയിൽ തന്നെ നിങ്ങൾ അത് പരിഹരിക്കണം.